ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബോസിൽ അസൈൻമെൻറ്റ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ലിങ്കിൽ കയറിയാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ പറ്റും. അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അല്ലേ, നെയിം, രജിസ്ട്രേഷൻ ID എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടെ സ്റ്റുഡൻറ്റിൻ്റെ ഫുൾ നെയിമാണ് ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ലിങ്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ അതായത് കൗൺസിലേഴ്സിനെ വിളിച്ചിട്ട് ലിങ്ക് വാങ്ങാം. അപ്പോൾ നമ്മളിവിടെ സ്റ്റുഡൻറ്റിൻ്റെ ഫുൾ നെയിം കൊടുക്കാം. പിന്നെ രജിസ്ട്രേഷൻ ID ആണ് കൊടുക്കുന്നത്. 12 അക്കമുള്ള രജിസ്ട്രേഷൻ ID നിങ്ങൾ തെറ്റാതെ കറക്റ്റായിട്ട് തന്നെ അടിച്ചു കൊടുക്കുക. പിന്നെ ഷെഡ്യൂൾഡ് എന്ന് കാണുന്നിടത്തിൽ മൈ ഫസ്റ്റ് എക്സാം ടുഡേ എന്നും മൈ സെക്കൻഡ് എക്സാം ടുഡേ എന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ അസൈൻമെൻ്റ് ആണെങ്കിൽ മൈ ഫസ്റ്റ് എക്സാം ടുഡേ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ അസൈൻമെൻ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ മൈ സെക്കൻഡ് എക്സാം ടുഡേ എന്നുള്ളതും. അപ്പോൾ ഞാൻ ഇന്നത്തെ ഫസ്റ്റ് എക്സാം അസൈൻമെൻ്റ് ആയതുകൊണ്ട് മൈ ഫസ്റ്റ് എക്സാം ടുഡേ എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ചെയ്യുക. പിന്നെ ക്ലാസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്ജക്റ്റ് നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാം. പിന്നെ സ്റ്റാർട്ട് അസസ്മെൻറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പം നമുക്കിവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കാണാം. അതിൽ നമ്മൾ എഗ്രി കൊടുക്കുക. പിന്നെ സ്റ്റാർട്ട് നൗ എന്നുള്ളത് കൊടുക്കുക. നമുക്കിതിൽ മൈക്രോഫോണോ ലൊക്കേഷനോ വെബ്കാമൊക്കെ ആക്സസ് ചെയ്യണം. അപ്പോൾ നമ്മളെല്ലാം എല്ലോ അടിച്ചു കൊടുക്കുക. പിന്നെ നമ്മളൊരു ഫോട്ടോ എടുക്കുക. എന്നിട്ട് പ്രൊസീഡ് കൊടുക്കുക. നിങ്ങൾക്കിപ്പം ഫോട്ടോ റെഡി ആയിട്ടില്ലെങ്കിൽ റീടേക്ക് കൊടുക്കുക. ഞാനിപ്പോൾ പ്രൊസീഡ് കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഓപ്ഷൻസൊക്കെ കാണാൻ പറ്റും. നിങ്ങൾ കണ്ടില്ലേ, 1 മണിക്കൂറാണ് നമുക്ക് അസൈൻമെൻറ്റിൻ്റെ ടൈം ഉള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ആൻസർ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയ ഈ ഒരു ഇൻ്റർഫേസ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് നിങ്ങളുടെ കൗൺസിലേഴ്സിന് അയച്ചു കൊടുക്കുക കേട്ടോ. നമുക്ക് ജസ്റ്റ് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് അസൈൻമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ തന്നെ സെയിം മെത്തേഡാണ്. നമ്മുടെ ഷെഡ്യൂൾ എന്നുള്ള ഇടത്തിൽ മൈ സെക്കൻഡ് എക്സാം ടുഡേ എന്നുള്ളത് മാത്രം മാറ്റി കൊടുത്താൽ മതി. എന്നിട്ട് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സെയിം ആയിട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യുക.